കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 16-കാരി ചികിത്സ ലഭിക്കാതെ മരിച്ചതായി പരാതി. മരിച്ചത് മലപ്പുറം സ്വദേശി സുരേഷിന്റെ മകൾ. ന്യൂമോണിയ ബാധിച്ച പെൺകുട്ടിക്ക് വെന്റിലേറ്ററും ബെഡും നൽകാതെ തിരിച്ചയച്ചു. ഗുരുതരാവസ്ഥയിലായിരുന്ന മകളെ തിരിഞ്ഞു നോക്കിയില്ലെന്നും കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോട് കുറ്റ്യാടി ചുരത്തിന്റെ 10ാം വളവിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. താമരശ്ശേരി കുറ്റ്യാടി ചുരം റോഡുകളിൽ യാത്രയ്ക്ക് നിയന്ത്രണം. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരള സർവകലാശാലയിൽ പോര് തുടരുന്നു. ഓൺലൈൻ യോഗത്തിൽ നിന്ന് രജിസ്ട്രാറെ ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെ VC മോഹൻ കുന്നുമ്മൽ. ഫയൽ നീക്കം നിലച്ചതോടെ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മകളുടെ സംസ്കാരം ഇന്ന്. കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ സമ്മതിച്ച് വിപഞ്ചികയുടെ കുടുംബം. നാട്ടിലെ നിയമ നടപടികൾ തുടരാനും തീരുമാനം. കുടുംബം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി ബി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇന്ന് തിയേറ്ററുകളിൽ. ആദ്യ പ്രദർശനം രാവിലെ 10 മണിക്ക്. സിനിമ എത്തുന്നത് പേരിലടക്കം മാറ്റങ്ങളുമായി. കർണാടക ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷ നൽകാതെ പോലീസ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന കോടതി നിർദ്ദേശവും നടപ്പിലായില്ല. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന വൈകുന്നതിലും ദുരൂഹത.